രാവിലെ ചായയും കടിയായ അടുപ്പത്ത് തന്നെ വേഗം ചോറിനോട് വെള്ളം വെച്ച് അരി അടുപ്പത്തിട്ടു കേട്ടോ. റേഷൻ കടയിൽ അരിയ കൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് തൊട്ട് വെക്കണം. വേവ് കയറി കഴിഞ്ഞാൽ ആകെ പണിയാവും. ഞാനിത് അടുക്കളയിൽ ഇറങ്ങിയ സമയം നോക്കിയിട്ട് പാർക്കുടീൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഈ സമയത്ത് അമ്മ അത് രാമായണം ടി വിയിൽ വെച്ച് കൊടുത്താൽ അത് ഇങ്ങനെ കണ്ടിരിക്കും. ഇന്നത്തെ രാവിലത്തെ ചായക്കടി കലക്കിച്ചുട്ട ദോശ കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഒരു കറിയുണ്ട്. ഈ കറി എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? വെള്ളക്കടലയും ചെറുപയറും കൂടി കേട്ടോ. അപ്പോൾ ഈ രണ്ട് കറി കൂട്ടാനോ എങ്ങനെ ഒപ്പായതെന്നാവും. ഈ കുറച്ച് ചെറുപയറും കുറച്ച് കടലയുണ്ട്. ഇത് രണ്ടും ഒറ്റയ്ക്ക് വെക്കാമല്ല. അപ്പോൾ എന്ത് ചെയ്തു, രണ്ടും കൂടി ഒരുമിച്ചാണ്ട് വെച്ചു. വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം പച്ചമുളക് ഇട്ടിട്ട് വെച്ചു. ചെറിയുള്ളി കറിവേപ്പില വറവിട്ടു. അങ്ങനെ രസം കേട്ടോ അത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പാറക്കുട്ടീൻ്റെ പരിപാടിക്ക് കിടക്കുകയാണ്. ഇതിന് രാവിലെ ഒരു വിറ്റാമിൻ മരുന്ന് കൊടുക്കാൻ കേട്ടോ. സിങ്കോവിറ്റ് പറഞ്ഞൊരു മരുന്ന്. നമ്മൾ കുഞ്ഞുകുട്ടിയൊക്കെ കൊടുക്കണം, മനുഷ്യക്കുട്ടിയൊക്കെ കൊടുക്കണം, അതേ മരുന്ന് തന്നെ. ഇത് രാവിലെ രാത്രിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള പരിപാടിയാണ്. മരുന്ന് കാണുമ്പോൾ തന്നെ ഇത് ഓടും കേട്ടോ. അതിന് ഭയങ്കര ബുദ്ധിയാണ്. ഞാനെടുത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ വായിക്ക് നേരിട്ട് കൊടുക്കും. അപ്പോൾ തന്നെ ബാക്കിക്ക് വലിയും. കണ്ടില്ലേ കാട്ടണേ, ഒരു രക്ഷയില്ല. പിന്നെ പിടിച്ചു കൊല്ലിക്കൊക്കെ പിടിച്ച് കയ്യും കാലൊക്കെ പിടിച്ച് അമർത്തിയിട്ടാട്ടോ ഈ കൊടുക്കണത്. ഒരു വിധത്തിൽ വയറ്റിക്ക് ആക്കി. ചിലപ്പോൾ അതാ ചുണ്ടിൻ്റെ ഇതിലേക്ക് ഒലിച്ച് പോകും. പക്ഷേ ഇതൊക്കെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. രാവിലെയൊക്കെ ഇതിനോട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരിക്കാൻ ഭയങ്കര സമയം പോണതേ അറിയില്ല. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നുള്ള പണിയാണ് ഇതെല്ലാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചറിയതിൻ്റെ ശേഷം അതെടുത്ത് കുറച്ച് പഞ്ഞി എടുത്തിട്ട് അതിൻ്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും. കണ്ണ് മൂക്കും എല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കും. അതും ഇപ്പോൾ ആൾ പഠിച്ചു പോയിട്ടോ. എന്നെ കാണുമ്പോൾ തന്നെ ഞാൻ അത് എടുക്കുമ്പോൾ തന്നെ ഓടും. എന്നാലും പിടിച്ച് വലിച്ചാക്കും. ആ സമയത്ത് നമ്മൾ ആശാ വർക്കർ വന്നിട്ടുണ്ട് കേട്ടോ, ഗീതേച്ചി. നമ്മൾ സ്ഥിരം വരുന്നതാണ്. വന്നിട്ട് പനിയുണ്ടോ എല്ലാം അന്വേഷിക്കുന്ന ആളാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ വേറൊരു പരിപാടിയാണിത്. ശംഖുപുഷ്പവും നമ്മൾ കോൺഫ്ലവറും കൂട്ടിയിട്ടുള്ള മുഖത്തിങ്ങനെ ക്രീം. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ മുഖം വെളുത്തോ? എനിക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും ശരിക്കും മുഖത്ത് തേച്ച് വെക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കിലായിരുന്നു. എന്നാലും ഞാൻ ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് തേക്കും. രാത്രിയാണിത് കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ചൂട് തട്ടരുതെന്നാണ് പറയുക കേട്ടോ. ചൂട് സമയത്ത് ആക്കരുത് എന്ന് പറയും. അപ്പോൾ രാത്രിയായി പിന്നെ വെയിലൊന്നും കൊള്ളണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ആക്കുന്നത് ഒരു 10 മണി സമയത്താണിത്. ഞാൻ തേക്കുന്ന സമയത്ത് പാറു ഉറക്കമായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ നീക്കണ കാണില്ല അല്ലേ. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആവണ വരെ ഇരിക്കണം. ഇത് കണ്ണിൻ്റെ മേൽഭാഗത്ത് നോക്കുമ്പോൾ നല്ലൊരു തണുപ്പാട്ടോ. ഉറക്കം വരും, നല്ല സുഖമാണ്. അപ്പോൾ തേച്ചവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാക്കി നോക്കി എൻ്റെ